നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. താഴ്വരകൾ നീഹാരമണിയുന്ന മാമലകൾ നീളെ നിഗൂഢമാം കാനന ഭംഗികൾ വശ്യസുന്ദരീ നിൻ പേരാടിടുക്കി. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. സുന്ദരി നയനാഭിരാമമാം കാഴ്ചകൾ കാണുവാൻ ശലഭമായി പാറട്ടെ നിൻ മന്നിൻ നേത്രങ്ങളെന്നും. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. രമണീയ കാന്തി നിൻ പേരാണിടുക്കി. രമണീയ കാന്തി നിൻ പേരാണിടുക്കി. കാടും മേടും കോടമഞ്ഞും കുറിഞ്ഞയും കാട്ടുമൃഗങ്ങളും കാട്ടരുവികളും അണക്കെട്ടുകളും നിറഞ്ഞ ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചന്ദനത്തിൻ്റെയും മറയൂർ ശർക്കരയുടെയും ഗന്ധവാഹകനാണ് ഇടുക്കിയിലെ കാറ്റ്. തേയിലയും കാപ്പിയും ഏലവും കരിമ്പും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ് സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇടുക്കിയുടേത്. സഹ്യസാനുവിൻ്റെ പ്രൗഢമകുടം പോലെ നിലകൊള്ളുന്ന ആനമുടി, കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പുൽമേടുകൾ, കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടമഞ്ഞും കുളിർക്കാറ്റുമായി കാഴ്ചക്കാരെ വരവേൽക്കുന്ന തെക്കിൻ്റെ കാശ്മീരായ മൂന്നാർ, ജീവജലമായി ഊർജപ്രദായിനിയായി നിറഞ്ഞൊഴുകുന്ന പെരിയാർ, ജൈവ വൈവിധ്യത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെയും മാനവരാശിയുടെ വന്യസങ്കല്പത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ഇടുക്കി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത, കണ്ടാൽ മതിവരാത്ത നിത്യവിസ്മയങ്ങളുടെ കലവറയായ ഇടുക്കി എന്ന മിടുക്കിക്ക് ഇത് 50ൻ്റെ ചെറുപ്പം.
PK ബാലകൃഷ്ണൻ എന്ന ചരിത്രകാരൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം, റോമാ സാമ്രാജ്യം തകർന്നതിൻ്റെ പിന്നിൽ കേരളത്തിന് പങ്കുണ്ടെന്നും ഇടുക്കി ജില്ലയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അതിൽ വസ്തുതയുണ്ട് താനും. കാരണം ഇപ്പോഴും റോമാ സാമ്രാജ്യത്തിൻ്റെ പലയിടത്തും അവരുടെ എണ്ണിയാലൊടുങ്ങാത്ത ഖജനാവ് കാലിയായത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളോടുള്ള അടങ്ങാത്ത കൊതി കൊണ്ടാണ് അവർ ഈ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും കേരളത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതിലാണ് ആ ഖജനാവ് കാലിയായി പോയെന്നാണ്. നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് പലപ്പോഴും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമമുണ്ടായ ഒരു കാലത്ത് കോട്ടയം ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും ഒരു ന്യൂനപക്ഷം ഭരണകൂടത്തിൻ്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി ഇടുക്കിയിലേക്ക് കൃഷിക്കായി വന്നു ചേർന്നതാണ് ഇടുക്കി ജില്ലയുടെ ചരിത്രം രൂപപ്പെട്ടതെന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇടുക്കിക്കാരുടെ തോളിലും ഇടുക്കിയിലെ എല്ലാ മലമുകളിലും ഇപ്പോഴും ഇരിക്കുകയാണ്. അത് ശരിയല്ല സത്യത്തിൽ. അതിന് കുറേ പിന്നിലായി 11ഉം 12ഉം നൂറ്റാണ്ടിലെ ചേര ചോള രാജാക്കന്മാരുടെ യുദ്ധകാലഘട്ടത്തിൽ തോറ്റുപോകുന്നവന് ജീവൻ ബലി കൊടുക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒളിച്ച് കാടുകളിലേറി പാർത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ ഇടുക്കി ജില്ലയുടെ മലമടക്കുകളിലേക്ക്, ഏറ്റവും സുന്ദരമായ മലമടക്കുകളിലേക്ക്, ഏറ്റവും സുന്ദരമായ താഴ്വരകളിലേക്ക്, ലോകത്തെ തന്നെ കൊതിപ്പിക്കുന്ന പെരിയാറിൻ്റെ തീരത്തേക്കൊക്കെ വന്നു ചേർന്ന ഒരു രണ്ടാമത്തെ വിഭാഗമായിരുന്നു ആദിവാസികൾ. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ഇടുക്കി. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും ഇടുക്കി കോട്ടയത്തിന്റെ ഭാഗമായിരുന്നു. 1972 ജനുവരി 26 കോട്ടയം, എറണാകുളം ജില്ലകൾ വിഭജിച്ചാണ് ഇടുക്കി ജില്ല രൂപീകരിച്ചത്. 2023 സെപ്റ്റംബർ മാസത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ഇടുക്കി ജില്ലയോട് ചേർക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ഖ്യാതി ഇടുക്കി തിരിച്ചുപിടിച്ചു. മലനാട് ജില്ല വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. മലനാട് ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകൾ ദീർഘകാലം നടന്നു കഴിഞ്ഞു. മലനാട് ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു കമ്മിറ്റി വെച്ചു. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിൽ. എന്നിട്ട് ആ കമ്മിറ്റി പല പ്രാവശ്യം ഒറ്റ രാത്രി കൊണ്ടാണ് തൊടുപുഴ താലൂക്കൂടെ കൂട്ടിച്ചേർത്ത് ജില്ല ഉണ്ടാക്കി ഇടുക്കി ജില്ല എന്ന് പേരിടുകയും ഇടുക്കി ആസ്ഥാനമാക്കുകയും ചെയ്തത്. നമുക്ക് ആവശ്യം വേണ്ടിയിരുന്നത് തൊടുപുഴ ഇല്ലാത്ത, വികസിത പ്രദേശം ഇല്ലാത്ത, അപകസിത പ്രദേശം മാത്രമുള്ള പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകൾ ഉൾപ്പെടുന്ന മലനാട് ജില്ലയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. മലനാട് ജില്ലയുടെ വികസനവുമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. 52 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ, 5 താലൂക്കുകൾ, 5 നിയമസഭാ മണ്ഡലങ്ങൾ, 1 ലോക്സഭാ മണ്ഡലം എന്നിവ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. കാടിന്റെ നടുവിൽ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ഏക ജില്ല എന്ന സവിശേഷതയും ഇടുക്കിക്കുണ്ട്. കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയായ പെരിയാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദിയുടെ ഭൂരിഭാഗവും ഒഴുകുന്നത് ഇടുക്കിയിലൂടെയാണ്. (1896) മുതൽ പ്രവർത്തനം തുടരുന്ന മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ 14 ഡാമുകൾ പെരിയാറിലും പോഷക നദികളിലുമായി സ്ഥിതി ചെയ്യുന്നു. കാർഷിക മേഖല ആണ് ഈ പ്രദേശമെങ്കിലും നാണ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രദേശമാണ് ഇടുക്കി ജില്ല. പ്രത്യേകിച്ച് ഏലം, കുരുമുളക്, മറ്റ് നാണ്യവിളകളാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ഏലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായിട്ട് ഈ ചക്കുളം പ്രദേശം അതിൻ്റെ ഏസോൺ ഗണത്തിൽപ്പെടുന്ന പ്രദേശമാണ്. ഏലം രംഗത്ത് ഇന്നത്തെ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അതിനെ തണവൽക്കരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 40% സംരക്ഷിത വനമാണ് ഇടുക്കിയിലുള്ളത്. ആദ്യകാലത്ത് തേയില, കാപ്പി, കുരുമുളക് തുടങ്ങിയവയായിരുന്നു ഇവിടുത്തെ കൃഷികൾ. പിന്നീട് ഏലകൃഷി ഇടുക്കിയിൽ വ്യാപകമായി.
ഗോതമ്പും വെളുത്തുള്ളിയും കൃഷി ചെയ്യുന്ന ഏക സ്ഥലമായ വട്ടവട ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ടൂറിസം മേഖല ഒത്തിരി സാധ്യതകളുണ്ട്. ഇടുക്കി ജില്ല നമ്മൾ പരിപൂർണമായിട്ട് എടുക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും 52 പഞ്ചായത്തുകളുണ്ട്. 52 പഞ്ചായത്തുകളുടെ എന്തെങ്കിലും മറ്റുള്ള മേഖലയിൽ നിന്ന് വരുന്നത് കാണുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണക്ടിവിറ്റി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്നാർ, തേക്കടി, ഇടുക്കി എന്നിവയും വാഗമൺ, രാമക്കൽമേട്, പരുന്തുംപാറ, ചീയാപ്പാറ, അഞ്ചുരുളി, ഇലവീഴാപ്പൂഞ്ചിറ തുടങ്ങിയ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സുന്ദരാരാമമാണ് ഇടുക്കി. ഇപ്പോൾ സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ സുന്ദരി. നാട്ടിൽ നിന്നേ നിങ്ങൾ ആരൊക്കെ ഇങ്ങോട്ട് കാനത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? എത്ര പേരുണ്ടായിരുന്നു? നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ആ കൂട്ടത്തിൽ അന്ന് പോകുന്നുള്ളൂ. എന്നാലും ഇവിടെ ചേട്ടൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ താമസക്കാർ വേറെ താമസക്കാരുണ്ടായിരുന്നു? ഇല്ല, ഒരു കുഞ്ഞു പോലും ആരുമില്ല. കാട്ടാനെ അല്ലാതെ വേറെ ആരുമില്ല. വലിച്ചു കിട്ടുന്ന ലോകത്തിലുള്ള ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാ ഇവിടെ നിരക്ക് വിറക്കൊന്നായിരുന്നു എഴുതി. അന്ന് ഇറക്കി വിട്ടില്ല. അന്ന് ഇവിടുന്നുള്ള ആൾക്കാർക്കെല്ലാം സ്ഥലം അളന്നു കൊടുത്തേക്കാൻ ഓർഡർ വന്നു. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൃഷിയാണ് ചെയ്തത്? അന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ. ചോളം, കരിമ്പ്, കരിമ്പായിരുന്നു കൂടുതലും കൃഷി. മെയിനായിട്ട് കരിമ്പായിരുന്നു. അപ്പോൾ കരിമ്പ് 50-60 കുറുക്ക് കരിമ്പ് കിട്ടാൻ തുടങ്ങിയപ്പം കരകയറി. അപ്പം എന്തുകൊണ്ടാണ് അന്ന് കുമളി സ്ഥലം എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? കുമളി സ്ഥലം എടുക്കുക. കുമളി ആങ്കൂറാവത്തില്ല. അപ്പടി മുഴുക്കെ ആങ്കൂറാവത്തില്ല. നമുക്ക് അവിടെ എടുക്കാൻ പറ്റത്തില്ല. അട്ടപ്പള്ള മുഴുക്കെ ആങ്കൂറുണ്ട്. അപ്പടി ആങ്കൂറാവത്തിൽ കേട്ട ആയില് നരസിംഹം തിന്നുകളയെന്നാ പേടിച്ചു പോകും. അങ്ങനെ പേടിച്ച ഇവിടെ വന്നപ്പോ ഇവിടെ ആരുടെ പേരുന്നാള്. എന്നാൽ മനുഷ്യന്റെ പരിമിതികളെയും പ്രകൃതിയുടെ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇടുക്കി വളരുകയാണ് മിടുമിടുക്കിയായി. പ്രതിസന്ധികളെപ്പോലും അവസരങ്ങളായി മാറ്റിയ ഇടുക്കിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകരാണ് ഈ മിടുക്കിന്റെ യഥാർത്ഥ അവകാശികൾ. ഏക്കറിന് 75 രൂപയ്ക്ക് അന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമായത്. അതെ. എത്ര ഏക്കർ വാങ്ങി? 10 ഏക്കർ. 10 ഏക്കർ സ്ഥലം ഒന്ന് വാങ്ങി. ഇവിടെ 7 ഏക്കർ. അപ്പം അന്ന് ഇവിടെ കൃഷികളും കാര്യങ്ങളൊന്നുമില്ല, തരിശ് ഭൂമിയായിരുന്നു അല്ലേ? തടി സർക്കാരിൻ്റെ അതുകൊണ്ടൊക്കെ. ഓ ശരി. നിങ്ങൾ ആദ്യം കൃഷി ചെയ്ത് എന്തൊക്കെയായിരുന്നു? വാഴ വെച്ചു, വിത്ത് വെച്ചു, കൂടെ കൊടിയിട്ടു. അന്ന് മറ്റേ ഈ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ശല്യങ്ങളോ എന്തെങ്കിലും? കാട്ടാന ഉണ്ടായിരുന്നു. കാട്ടാനയൊക്കെ ഓടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. കാട്ടാനയ്ക്ക് വീടുണ്ടാത്തി ഏറ്റുപാടുണ്ട്. അപ്പൊ ഈ പ്രദേശത്ത് വേറെ താമസക്കാരൊക്കെ അന്നുണ്ടായിരുന്നു ഈ ഏരിയയിൽ? പിള്ളേരൊക്കെ കൊച്ചുകളെയായിരുന്നു. ഇങ്ങോട്ട് അവിടെ ആനയില്ല. ഇല്ല. ഞങ്ങൾ പ്രായമുള്ളവരൊക്കെ ഇവിടെ. ഒരു കുടിയേറ്റ ജില്ലയായ ഇടുക്കിയിലെ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഈ ജില്ലയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഇടുക്കിയിൽ വരുന്ന ഒരാൾക്ക് പോലും തിരിച്ച് ഇവിടുത്തെ പ്രത്യേകതകൾ കൊണ്ട് കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ആ ഒരു സൗകര്യത്തിൻ്റെയും ആളുകളുടെ സഹകരണത്തിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഉള്ള ആളുകളുടെ അവരുടെ പോലീസുമായി ഇല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഇടപെടുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം കൊണ്ടും തിരിച്ചൊന്നു പോകാൻ പലപ്പോഴും
നമുക്കൊക്കെ വളരെ വൈമുഖ്യമാണ്. ഇടുക്കിയിലേക്ക് എത്തിയവരിൽ പലരും അത് ആഗ്രഹിച്ച് വന്നവർ ആവണമെന്നില്ല. സാഹചര്യങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ ഒരിക്കൽ ഇടുക്കിയുടെ ഭാഗമായവർ പിന്നീട് ഈ നാടിനെ അത്രയും ഇഷ്ടപ്പെട്ടു പോകും, ഇടുക്കിക്കാരാവും. ഇടുക്കി ജില്ലയുടെ ഫോർമേഷന് ശേഷമാണ് ഞാനിവിടെ അധ്യാപികയായിട്ട് വന്നത്. അന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. എന്ന് പറഞ്ഞാൽ സർവ്വസമയവും മഞ്ഞ് വീണുകൊണ്ടിരിക്കും. ആളുകൾ അടുത്ത് വന്നാലേ നമ്മൾ അറിയുള്ളൂ ആളുകൾ വരുന്നുണ്ടെന്ന്. ബസ് പോലും ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അന്നത്തെ ആ പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമായിരുന്നു. ആ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ മനസ്സിന് നല്ല കുളിർമയുണ്ട്. ഇവിടെ അധ്യാപികയായിട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഈ സൗന്ദര്യം കൊണ്ട് കുന്നുകളും ഏലവനങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഇതൊക്കെ വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു, ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാവാം ഞാനിവിടെ നിന്ന് പോയിട്ടേ ഇല്ല. ഒരു ജില്ലയ്ക്ക് 50 വയസ്സാകുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. അത് പല തരത്തിലാണ്. ഒന്ന്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവർ ഇത്ര കാലം കൊണ്ട് എത്ര ദൂരം മുന്നേറിയ ജീവിതത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടത്, അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ചൂഷണം, അതിൻ്റെ ഉപയോഗപ്പെടുത്തലിലൂടെ ആ നാട് നേടിയ പുരോഗതി എപ്പോഴും ഗണിക്കപ്പെടുന്നത് തന്നെയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് പുറം ലോകം ഇനിയും അറിയാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിഗൂഢമായി ഇടുക്കിയുടെ മലയിടുക്കുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. ആരെയും കൊതിപ്പിക്കുന്ന മഴയും മലകളും മലനിരകളും പുൽമേടുകളും ഒക്കെ ചേർന്ന് എത്രയോ സുന്ദരമാണ്.